എന്നോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ മോൺസ്റ്റർ ഒന്നുമല്ല സാർ, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മനുഷ്യനാണ്. മരിക്കാത്ത മനുഷ്യത്വം, അതാണ് ഫ്രാങ്കിൻസ്റ്റൈൻ. ഗെയിമോ ഡെൽ ടെറോ സംവിധാനം ചെയ്ത് ഓസ്കാർ ഇസാക്ക്, ജേക്കബ് എലോഡി തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ ഇംഗ്ലീഷ് ഗോത്തിക് ഹൊറർ ഫാന്റസി സിനിമയെ കുറിച്ചാണ് ഇന്ന്. വളരെ പ്രതിഭാശാലിയും അതേസമയം വളരെ ഈഗോ ഉള്ളതുമായിട്ടുള്ള ഒരു സയന്റിസ്റ്റ്, അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൃഷ്ടി, ഇവരുടെ രണ്ടുപേരുടെയും കഥയാണ് ഫ്രാങ്കിൻസ്റ്റൈൻ. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വാട്ട് എ മൂവി മാൻ. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ, ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാവുന്ന ഒരു പടമാണ്. വളരെ പോയറ്റിക് ആയിട്ടുള്ള വിഷ്വലുകളുള്ള, വളരെ ഇമോഷണൽ ആയ, മനോഹരമായിട്ടുള്ള ഒരു സിനിമ. ഭാവിയിൽ ഒരു കൾട്ട് ഫോളോയിങ് സ്റ്റാറ്റസ് ഒക്കെ നേടിയെടുക്കാവുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മേരി ഷെല്ലിയുടെ ഫ്രാങ്കിൻസ്റ്റൈൻ എന്ന പേരിലുള്ള ബുക്കിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ. പലർക്കും അറിയാവുന്ന കഥയാണ്. ഇതിന്റെ ബേസ് ചെയ്തിട്ട് കുറെ സിനിമകളും സീരീസും ഒക്കെ മുമ്പ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 94-ൽ ഒരു ഫ്രാങ്കിൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. അത് ഇതിൽ നിന്നും കുറെ വ്യത്യാസം ഉണ്ടെന്നാണ് കേട്ടത്. ആരാണ് മനുഷ്യൻ, ആരാണ് മോൺസ്റ്റർ, എവിടെയാണ് അതിന്റെ അതിർവരമ്പുകൾ, ഈ ചോദ്യങ്ങളൊക്കെ ബാക്കി വെക്കുന്ന ഒരു സിനിമ കൂടിയാണ്. സിനിമ തരുന്ന ആ ഒരു വൈകാരിക ബന്ധം അത്രയ്ക്ക് വലുതാണെന്ന് പറയാം. ഇതിലെ ആ ഒരു മോൺസ്റ്റർ കഥാപാത്രം, അയാളുടെ മനുഷ്യത്വം, ഒറ്റപ്പെടൽ, അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മളെ വല്ലാതെ ഇമോഷണലി ഉലയ്ക്കും എന്ന് തന്നെ പറയാം. സോ പേഴ്സണലി എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലൻ മേക്കിംഗ്, ഗംഭീര പ്രൊഡക്ഷൻ ഡിസൈൻ, അന്യായ വിഷ്വൽ ക്വാളിറ്റി, സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, ഒപ്പം അഭിനയിച്ചവരുടെ എല്ലാം ഗംഭീര പെർഫോമൻസും. സോ ഇതെല്ലാം പടത്തിന്റെ പോസിറ്റീവ് ആണ്. ഇവർ കഥ പറയുന്ന ആ ഒരു സ്റ്റൈൽ, അതായത് ഓരോരുത്തർ ഇങ്ങനെ വന്ന് ബാക്കിയായിട്ട് കഥ പറഞ്ഞു പോകുക, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം ഒരു ആമുഖം, പിന്നെ സൃഷ്ടാവിന്റെ വക പുള്ളിയുടെ കഥ പറയുന്നു, പിന്നെ ഈ സൃഷ്ടിയുടെ വക അയാളുടെ വ്യൂ പോയിന്റിലുള്ള കഥ, അവസാനം ഇതിന്റെ എൻഡിങ് ഒക്കെ. അങ്ങനെ ഇതിന്റെ ഒരു കഥ പറച്ചിൽ രീതി ഭയങ്കര രസമായിരുന്നു. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ തരുന്ന ഒരു സിനിമ കൂടിയാണ്. ഇതിന്റെ ആ ഒരു വിഷ്വൽ ഗാംഭീര്യം ഒക്കെ കൊണ്ട് പടം ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് ഒരു വിഷമമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരിക്കലും OTT വരേണ്ട ഒരു പടമായിരുന്നില്ല ഇത്. കുറച്ച് തിയേറ്ററുകൾ മാത്രമായിട്ട് US മാത്രം കണ്ട് റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇറങ്ങേണ്ടതായിരുന്നു. എന്താ പറയുക, ഇതൊക്കെ ബിഗ് സ്ക്രീനിൽ കണ്ടിരുന്നെങ്കിൽ ഒരു കിടു എക്സ്പീരിയൻസ് ആയനെ. ഓസ്കാർ ഇസാക്കിന്റെയും ജേക്കബ് എലോഡിയുടെയും അസാധ്യ പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. അവർ മാത്രമല്ല ഇതിൽ അഭിനയിച്ച എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആണ്. ഗംഭീര ആർട്ടിസ്റ്റുകളുമാണ് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നവരും. വിക്ടർ ഫ്രാങ്കിൻസ്റ്റൈൻ എന്ന ശാസ്ത്രജ്ഞനായിട്ട് ഓസ്കാർ ഇസാക്കാണ് വരുന്നത്. അങ്ങേയറ്റം പ്രതിഭാശാലിയൊക്കെ ആണെങ്കിലും പുള്ളി സ്വാർത്ഥതയുടെ പര്യായമാണെന്ന് പറയാം. ഒരു തല്ലിപ്പൊളി ക്യാരക്ടറാണ് പുള്ളിയുടെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഭയങ്കര രസമായിട്ടാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ റിയൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രാങ്കിൻസ്റ്റൈൻ മോൺസ്റ്റർ ആയിട്ട് വരുന്നത് ജേക്കബ് എലോഡിയാണ്. എന്തൊരു കിണ്ണങ്കാച്ചി പെർഫോമൻസ് ആണ്. പുള്ളിയാണ് ഈ പടത്തിന്റെ ശരിക്കുമുള്ള ഷോ സ്റ്റീലർ എന്ന് പറയാം. ആ ഒരു ക്യാരക്ടറിന്റെ പെയിൻ, ദേഷ്യമൊക്കെ അതിമനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അങ്ങനെ ഒരു മോൺസ്റ്റർ ആയിട്ട് തോന്നുകയില്ല. അത്രയും സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ഒരു മേക്കപ്പും ഒക്കെ രസമുണ്ടായിരുന്നു. അപാര സ്ക്രീൻ പ്രസൻസ് ആണ്. ഇമോഷണൽ പോർഷൻസ് ഒക്കെ അഭിനയിച്ചിരിക്കുന്നതൊക്കെ, അതും ആ ഒരു മേക്കപ്പ് വെച്ചുകൊണ്ടുള്ള അഭിനയമേ, അതൊക്കെ ഭയങ്കര കിടലനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു മോൺസ്റ്റർ എന്നല്ല, ഒരു സങ്കല്പം വേറെ ഒരു തരത്തിലാണ്. അതായത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ബൈബിൾ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ജീസസ് ക്രൈസ്റ്റിന്റെ വേറിട്ടൊരു ഭാവം എന്ന രീതിയിലാണ് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് പല സീൻസും വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ജീസസ് ക്രൈസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് വിവാദമൊന്നും ആക്കല്ലോ കേട്ടോ. സോ ഗംഭീര ക്യാരക്ടർ ആൻഡ് ആക്ടിംഗ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എലിസബത്ത് ആയിട്ട് വന്ന മിയ ഗോത്തും നൈസ് ആയിരുന്നു. ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ മികച്ചതാണ്. ഇനി ടെക്നിക്കൽ സൈഡിൽ അന്യായ പ്രൊഡക്ഷൻ ഡിസൈൻ, അതാണ് ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത്. ആ ഒരു സെറ്റപ്പ്, ഒരു ക്ലോക്ക് ടവർ പോലെ ഒരു സംഭവം ഉണ്ട്. ആ സെറ്റ് ഇട്ടേക്കുന്നൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഒരു ഷിപ്പ്, പിന്നെ ഒരു കുറെ കർഷകരുടെ ഒരു വീട്, എല്ലാം നല്ല രസമുണ്ട്. സോ കിടിലൻ ക്യാമറ, വിഷ്വലുകൾ, ലൊക്കേഷൻ, ഇതിന്റെ ഓരോ ഫ്രെയിംസും നിങ്ങൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു പെയിന്റിംഗ് പോലെ ആയിരിക്കും. അത്രയ്ക്ക് മനോഹരമാണ്. എഡിറ്റിംഗ്, കോസ്റ്റ്യൂംസ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ എല്ലാം നല്ലതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ CGI വർക്ക്സ് ആണ്. മിക്കവാറും ടെക്നിക്കൽ സൈഡിലും അഭിനയ സൈഡിലും ഒക്കെ കുറേയധികം നോമിനേഷൻസ് അടുത്ത ഓസ്കാറിൽ ഈ പടത്തിൽ വരും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ തൂക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇനി നെഗറ്റീവ്സ് ചോദിക്കുകയാണെങ്കിൽ ഇത് മാസ് ഓഡിയൻസിന് പറ്റിയ ഒരു സിനിമയൊന്നുമല്ല. അവർക്ക് ഇത് എന്തുമാത്രം ഇഷ്ടമാവുന്നൊന്നും എനിക്ക് അറിയില്ല. ഇതൊരു ഫാസ്റ്റ് പേസോ അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഐറ്റം ഒന്നും അല്ല. കുറച്ച് പതിഞ്ഞ താളത്തിൽ ആണ് സിനിമയുടെ എന്ന് പറയാം. പിന്നെ ഹൊറർ എന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിപ്പിക്കുന്ന ഈ ജംപ് സ്കെയർ സീനുകൾ അങ്ങനെയൊന്നും ഇതിലുണ്ടാവുന്ന പ്രതീക്ഷിപ്പെടാൻ കാണരുത്. അങ്ങനത്തെ ഹൊറർ ഒന്നും അല്ല. ശരിക്കും പേടിയൊന്നും നമുക്ക് തോന്നുകയല്ല. ഇതിന്റെ ആ ഒരു തീം കൊണ്ടും ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കൊണ്ടാണ് ഒരു ഹൊറർ സ്വഭാവമുള്ളതെന്ന് പറയാം. അതും പേടി തരുന്ന ടൈപ്പ് അല്ലാതെ. മൊത്തത്തിൽ ഒരു കിടിലൻ പടമാണ്, ഒരു ക്ലാസ് ഐറ്റമാണ്, ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ പറയാവുന്ന മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ പടം 18+ ആണ്. ചില ന്യൂഡിറ്റി, കുറച്ച് വയലൻസ് സീൻസ് ഒക്കെ പടത്തിലുണ്ട്. 2 മണിക്കൂർ 30 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും. ഞാൻ ഇംഗ്ലീഷിലാണ് കണ്ടത്. ഇതിന്റെ തമിഴ് ഡബിങ്ങും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് കാണുന്നതായിരിക്കും അതിന്റെ ഒരു ബ്യൂട്ടി. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.